ടെഡ്ഡി ബീരും പിടിച്ച് കിടന്നുറങ്ങുന്ന ജാസ്മിൻ ഈ സീനും കാണിച്ചിട്ടാണ് ബിഗ് ബോസ് സീസൺ 6 72ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ജാഫർക്ക് കൊടുത്ത ക്ലൂവും ഉപദേശങ്ങളും ജാസ്മിൻ മനസ്സിലേക്ക് ആവാഹിച്ചു എന്ന് തോന്നുന്നു. സ്വിച്ചിട്ട പോലെ മാറുന്ന പ്രകൃതമായതുകൊണ്ട് ഇതൊന്നും ജാസ്മിൻ ഒരു പുത്തരിയല്ല. ഇനി മനസ്സിൽ ഗബ്രി ഉണ്ടാവില്ല, ഗബ്രിയുടെ ഫോട്ടോ ഉണ്ടാവില്ല, ഗബ്രിയുടെ മാല ഉണ്ടാകില്ല, ഒന്നും ഉണ്ടാവില്ല. ഓൺലി അഫ്സലിന്റെ ടെഡ്ഡി ബിയർ. അടുത്തത് നന്ദനയ്ക്ക് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തു ബിഗ് ബോസ്. വീട്ടിലെ ആരെങ്കിലും ഒരാളെ അനുകരിച്ച് നടക്കണം. അതിനുശേഷം അയാൾ അനുകരിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ അനുകരിക്കാം. ഇതായിരുന്നു ടാസ്ക്. വീട്ടിലുള്ള എല്ലാവരും കൂടി നന്ദനയെ വെള്ളം കുടിപ്പിച്ചു. അതിനെനിക്ക് കുറച്ച് അരോചകമായി തോന്നിയത് സിജോന്റെ പെരുമാറ്റമാണ്. ഡ്രസ് ഊരിക്കളയുകയും അതേപോലെ അനുകരിക്കാൻ പറ്റാതെ നന്ദന പാടുപെടുന്നതും കണ്ടു. അടുത്തത് നോറയുടെ കുറ്റം പറച്ചിലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കുറ്റം പറയുന്ന മത്സരാർത്ഥികളെയല്ല, സ്വന്തം ബാപ്പയായിരുന്നു. ഈ നോറയുടെ ഒരു കാര്യം, ബാപ്പ എന്താണ് പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാതെ സ്വന്തം ബാപ്പയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതും ക്യാമറയെ നോക്കിയിട്ട്. എന്റെ പൊന്നു നോറ, ബാപ്പ ഒരു മത്സരാർത്ഥി ഒന്നുമല്ലല്ലോ. നേരിട്ട് വീട്ടിൽ പോയി സംസാരിക്കേണ്ട കാര്യം ഈ ക്യാമറയെ നോക്കി പറയുന്ന ഉദ്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇത് വളരെ ചീപ്പ് ഗെയിമാണ് നോറ. അടുത്ത ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കുകൾ ഒന്നായ റാങ്കിംഗ് ടാസ്ക് ആയിരുന്നു. ഫാമിലി റൗണ്ടിന് ശേഷം എല്ലാ മത്സരാർത്ഥികളെയും ഒന്ന് ആക്റ്റീവ് ആക്കി മാറ്റി ഈ റാങ്കിംഗ് ടാസ്ക്. 1ാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാറും 2ഉം 3ഉം സ്ഥാനത്ത് ജിൻഡോയും അർജുനും, 4ാം സ്ഥാനത്ത് ശ്രീതുവും, 5ാം സ്ഥാനത്ത് ഋഷിയും, 6ാം സ്ഥാനത്ത് സായിയും, 7ഉം 8ഉം സ്ഥാനത്ത് അൻസിബിയും രശ്മിനും, 9ാം സ്ഥാനത്ത് നോറയും, 10ാം സ്ഥാനത്ത് ജാസ്മിനും, 11ാം സ്ഥാനത്ത് സിജോയും, 12ഉം 13ാം സ്ഥാനത്ത് അപ്സരയും നന്ദനയും. ഇങ്ങനെയായിരുന്നു റാങ്കിംഗ് ടാസ്കിൽ അവരവരുടെ റാങ്കുകൾ അവർ തന്നെ തിരഞ്ഞെടുത്തത്. റാങ്കിംഗ് ടാസ്ക് കഴിഞ്ഞതും ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് ഒന്ന് പൊട്ടിച്ചു. അതായത് റാങ്കിംഗ് അടിസ്ഥാനത്തിൽ 1ാമത് ആരെത്തിയോ അയാളാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ. അങ്ങനെ 11ാം ആഴ്ചയിലെ ക്യാപ്റ്റനായി അഭിഷേകിനെ തെരഞ്ഞെടുത്തു. ടാസ്ക് കഴിഞ്ഞതും സ്വന്തം കാര്യത്തെ ന്യായീകരിക്കുന്ന നോറ, ചേട്ടന്മാരുടെ പിണങ്ങി നിൽക്കുന്ന നന്ദനക്കുട്ടി എന്നീ സീനുകളാണ് ബിഗ് ബോസ് കാണിച്ചത്. ഭയങ്കര ക്രിഞ്ചായിരുന്നു കേട്ടോ. പിന്നീട് അഭിഷേകിന്റെ മുന്നിൽ നാണം കെട്ട് മെഴുകി നിൽക്കുന്ന ജാസ്മിനെയാണ് നമ്മളെ കണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 1ാം സ്ഥാനത്തിന് നീ അർഹനല്ല എന്ന് ജാസ്മിൻ അഭിഷേകിനോട് പറയുമ്പോൾ ഉരുളെ കുപ്പേരി പോലെ അഭിഷേക് പറയുന്ന ഡയലോഗുകളുണ്ട്. ഇത്രയും കാലം എവിടെയായിരുന്നു മോനെ നീ? നിന്റെ ശരികളൊന്നും ശരികളല്ല എന്ന് നീ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ജാസ്മിൻ. അതുകൊണ്ട് നിന്റെ ഈ ശരികളും ശരിയാകണം എന്നില്ല. അതുകൊണ്ട് നിന്റെ അഭിപ്രായത്തിന് ഞാൻ ഒരു വിലയും തരുന്നില്ല. ആ സീൻ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ജാസ്മിനെ നാണം കെടുത്തി വിട്ടു അഭിഷേക്. ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.